മോനെ മോനെ ഏത് ഡയലോഗ് മോനെ മോനെ. ഖത്തർ അങ്ങനെയുണ്ട്. ഖത്തർ അടിപൊളിയാണ്. ആളും ബഹളവും തിരക്കൊന്നുമില്ല. ഒരു ഒഴിഞ്ഞ കല്യാണ വീട് പോലെ ഉണ്ട് നിലവിൽ. ഏത് വണ്ടിയാണ് ഇത്? നമ്മുടെ സ്വന്തം ഫോർച്യൂണർ. നമ്മുടെ ഓന്റെ ഫോർച്യൂണർ. ഫാമിലി ഇല്ല, ഒറ്റക്കാണ്. ഹായ് ബോസ്, ഹായ് ബോസ്. വാട്ട് നോൺസെൻസ്, വാട്ട് നോൺസെൻസ് മാൻ. നിങ്ങള് ആരെങ്കിലും സഫാരി മാളിന്റെ പുറത്തൊരു ബ്രൗൺ കവർ പേപ്പർ അതിന്റെ അതിന് ഫോട്ടോ എടുക്കണം. നിങ്ങൾ മുനിസിപ്പാലിറ്റി അയച്ചു കൊടുക്കണം. 500 റിയാൽ എനിക്ക് ഫൈൻ മേടിച്ചെടുക്കണം. ദുല്ലിക്കാടോ പിന്നെയും സ്വന്തം തന്തയുടെ പേര് ഇങ്ങനെ മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എടാ നീയല്ല പൊട്ടനാടാ, പൊട്ടക്കണാരാ. കാരണം നീയല്ല എന്റെ ലൈഫിലെ വിലപ്പെട്ട നിമിഷം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് വേണ്ടി കമന്റും ചെയ്ത് തെറിയാണെങ്കിലും വാട്ടെവർ ഞാനൊക്കെ നിന്നെ വെച്ചിട്ട് പൈസ ആക്കിയത്. നീ എന്താ തേങ്ങ ഉണ്ടാക്കുന്നത്? റൈഫായാലും എവിടേക്കാ? ഫൈസിന്റെ ഫാൻ വന്നിട്ടോ? റൈഫായാലും ചോദിക്കുന്നത് എവിടേക്കാ? എന്റെ ഫാനാണ്. ഫൈസിന്റെ ഫാനാ? ആ ഫൈസിന്റെ ഫാനാ. കിടക്കണ അവനപ്പോഴും വണ്ടി സ്റ്റോപ്പ് ചെയ്ത് വണ്ടി നിർത്തിയിട്ട് പോവാനും കൂടി. ഇപ്പോൾ യാത്ര ചെയ്യാൻ നിർത്തിയല്ലേ, പണം വന്നപ്പോൾ പണിയെടുക്കാൻ വയ്യല്ലേ മല്ലു? അല്ല അതല്ലട മുത്തേ, അതല്ലട മുത്തേ. നമുക്ക് കേസെല്ലാം വന്നുകൊണ്ട് കുറച്ച് ട്രാവൽ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പാസ്പോർട്ട് കൺട്രോൾ ഉണ്ടായിരുന്നു. യാത്ര ചെയ്യുന്ന കാര്യത്തിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2024 എനിക്ക് യാത്ര ചെയ്യാൻ പറ്റാറുന്നത്. പിന്നെ നമുക്ക് വീഡിയോസ് എടുക്കുന്നതിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നു. എന്റെ കഴുത്തിൽ കയറിട്ട അവസ്ഥയായിരുന്നു കഴിഞ്ഞ കൊല്ലം. പക്ഷെ ഇതൊക്കെ നീങ്ങി കിട്ടി, എല്ലാം ക്ലിയർ ആയി കിട്ടി 2025. അതുകൊണ്ടാണ് ഞാൻ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. മീൻസ് വേൾഡ് ട്രിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും മനഃപൂർവ്വം ഞാൻ ഒരിക്കലും എന്റെ ഫോളോവേഴ്സിനെയും എനിക്ക് പൈസ കിട്ടുന്നുണ്ടോ ഇല്ലയോ, പക്ഷെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ഞാൻ റെഡിയാണ്. കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് കാണാനും ഒക്കെ ഇഷ്ടമാണ്. അവർ കണ്ടോട്ട് വെച്ചിട്ട് തന്നെ. പക്ഷെങ്കിൽ എനിക്ക് എൻഡ് ഓഫ് ദി ഡേ എനിക്ക് റെസ്ട്രിക്ഷൻസ് വന്നോണ്ട് മാത്രം കേട്ടോ. അവിടെ വെയിലിന് ചൂടുണ്ടോ? ഇല്ലടാ, ഇവിടെ വെയിലിന് ചൂട് കുറച്ച് കുറവാ. ഫായിസാണ് ഖത്തറിൽ ഏറ്റവും വലിയ കോഴിന്ന് ഇവിടെ എല്ലാരും പറഞ്ഞു നടക്കുന്നുണ്ട്. എന്തിനാ മോളെ വെറുതെ അത് ഊട്ടി ഉറപ്പിക്കുന്നേ, ആട്ടി ഉറപ്പിക്കുന്നേ? ആ സഫാരി മാളിന്റെ ഫ്രണ്ടിൽ നിന്നൊരു ബ്രൗൺ പേപ്പർ കിട്ടിയിട്ടുണ്ട്. മക്കളെന്ത് പറയുന്നത്? മക്കളെല്ലാം അടിപൊളി. വല്ലൊക്കെ സുഖല്ലേ? കേരള പഴയ പോലെ വീഡിയോസ് ഒക്കെ സെറ്റാക്കിയ വീഡിയോസ് ഇല്ലാത്തോണ്ട് വൈവില്ല. ഇടും മൊത്തം ഇട്ടിരിക്കും. ഡോണ്ട് വറി കേട്ടോ, വീഡിയോസ് ഒക്കെ തരും. പിന്നെ എല്ലാവരും കൂടിയാണ് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമില് പല കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോ. മെസ്സേജ് അയക്കുമ്പോൾ ശ്രദ്ധിക്കണമായിരുന്നു, നിങ്ങൾ ജസ്റ്റ് ഹായ് ഹലോ എന്ന് അയക്കാതെ നിങ്ങൾക്ക് ആവശ്യം എന്താണോ അത് അയച്ച മെസ്സേജ്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ മെസ്സേജ് കാണും. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ റിപ്ലൈ തരും കേട്ടോ. ആഫ്രിക്ക ട്രിപ്പൊക്കെ നമ്മൾ സെറ്റ് ചെയ്യും. എന്താ അപ്പൊ എല്ലാവരും ഇൻബോക്സിൽ മെസ്സേജ് അയച്ചോളും. ബൈ ബൈ, താങ്ക്സ് കേട്ടോ. നല്ല വീഡിയോസ് കയറും കേട്ടോ. ലവ് യു സോ മച്ച് ഗൈസ്, ലവ് യു ഓൾ. അപ്പം അതെന്ന് പറഞ്ഞാൽ നമ്മുടെ മല്ലു ട്രാവലറിൻ്റെ ഒരു ലൈവ് ആയിരുന്നാണ്. അപ്പം ഞാൻ ഇൻസ്റ്റ ഓർന്നപ്പോഴത്തേക്കാണെങ്കിൽ പുള്ളിക്കാരൻ ലൈവ് ചെയ്യണം. അപ്പോൾ തന്നെ ഞാനത് അങ്ങോട്ട് എടുത്ത് ഒരു വീഡിയോ ചെയ്യാമെന്നങ്ങ് വിചാരിച്ചു. അപ്പോൾ അതിനകത്താണ് പുള്ളിക്കാരൻ മറ്റേ സംഭവമൊക്കെ പറയുന്നത്. അതായത് കേസ് കാരണം പുള്ളിക്കാരന് ട്രാവലിങ്ങിനൊക്കെ പല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ മല്ലു ട്രാവലറിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ നമുക്കറിയാലോ. പുള്ളി എന്നൊക്കെ പറഞ്ഞാൽ ലോ മൊത്തം ചുറ്റി അതൊക്കെ നടന്ന് വീഡിയോ എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അതാണ് പുള്ളിക്കാരൻ്റെ പണിയെന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെ തന്നെ ബാധിക്കണ രീതിക്ക് ഈ ഒരു കേസ് പോലത്തെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേസ് വന്നപ്പോൾ തന്നെ ഇതിനകത്ത് എനിക്ക് ആ ഒരു കേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തൊരു കേസ് തന്നെയാണ് ഈ മല്ലു ട്രാവലറിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ കേസ് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. അതായത് ഒരു സൗദി വനിതയും അതേപോലെ തന്നെ ഈ നമ്മുടെ കേരളത്തിനകത്തുള്ള ഒരു ചെറുക്കനും കൂടെ ഇഷ്ടപ്പെട്ടിട്ട് അവർ രണ്ടുപേരും കൂടെ ഒരു കേസ് ഈ മല്ലു ട്രാവലറിനെതിരെ കൊടുത്തു. അതായത് സൗദി വനിതയോട് മോശമായിട്ട് പെരുമാറി, അല്ലെങ്കിൽ ലൈംഗിക ചോദ്യയോട് പെരുമാറി എന്നുള്ള രീതിക്കാണ് ഇവർ കേസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസ് എവിടെയും എത്തിയില്ല എന്നുള്ളതാണ് എൻ്റെ അറിവിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ. കാര്യം ഇതൊരു ശരിക്കും ഒരു റിയൽ ആയിട്ടുള്ള ഒരു കേസായിരുന്നെങ്കിൽ അത് എവിടെയെങ്കിലും
എവിടെയെങ്കിലൊക്കെ എത്തുമല്ലോ. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എത്താണ്ട് അതുകൊണ്ടൊരു ഒരു മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് പോലെയാണ് എനിക്ക് ആ ഒരു വിഷയമൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ആ ഒരു ടൈമിനകത്ത് മല്ലു ട്രാവലറിൻ്റെ ഒപ്പമാണ് നിന്നത്. കാര്യം മല്ലു ട്രാവലർ തെറ്റുകാരനാണെന്ന് തെളിയുന്നിടത്തോളം കാലം പുള്ളിക്കാരൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം പുള്ളി തെറ്റുകാരനാണോ അല്ലയോ എന്ന് പറയേണ്ടതെന്ന് പറഞ്ഞാൽ കോടതിയാണ്. കോടതി പുള്ളിക്കാരൻ തെറ്റുകാരനാണെന്ന് പറയാത്തോടത്തോളം കാലം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പുള്ളിയുടെ ഭാഗത്ത് തെറ്റുണ്ട്, അല്ലെങ്കിൽ പുള്ളീനെ ഒരിക്കലും ഒരു കുറ്റക്കാരനായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അതിപ്പോൾ ഈ ഇടയ്ക്ക് നമ്മൾ പല കേസുകളും കണ്ടായിരുന്നു, ഫേക്ക് ആയിട്ടുള്ള പല കേസുകളും നമ്മൾ ഈ അടുത്ത് കണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു കേസ് കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റില്ല ഇവർ തെറ്റുകാരനാണ്, അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പോക്കെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നന്നായിട്ട്, അതായത് കറക്റ്റ് ആയിട്ടുള്ള തെളിവുകളും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരാൾ തെറ്റുകാരനല്ലേ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഈ മല്ലു ട്രാവലറിന് ഇങ്ങനെ ഒരു കേസ് വന്നപ്പോഴത്തേക്കും അത് തെളിയുന്നതിന് മുന്നേ തന്നെ പുള്ളിക്കാരൻ്റെ അതായത് തെളിഞ്ഞ് ഇപ്പം ഈ ഒരു കേസിൻ്റെ ഹാങ് ഓവർ ഇപ്പോഴും പുള്ളിക്കാരനുണ്ട്. കാര്യം അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ്റെ ട്രാവലിങ് കാര്യങ്ങളൊക്കെ മുടങ്ങിയെന്ന് പുള്ളി പറയുന്നത്. അപ്പം അത്രത്തോളം ഒരാളുടെ ജീവിതത്തിന് ഈ സംഭവം ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഈ കേസ് കൊടുക്കുന്ന ആൾക്കാർക്ക് ഇതെന്താണ്, ഇപ്പോൾ ഒരാൾ ഭയങ്കര ഫേമസ് ആയിട്ട് നിൽക്കണം, അപ്പോൾ അയാൾക്കെതിരെ 2 കേസ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അയാളുടെ ആ ഒരു ഫെയിം തകർക്കുക, അല്ലെങ്കിൽ അത് വെച്ചിട്ട് കുറച്ച് കാശ് ഉണ്ടാക്കാനൊക്കെ ഉള്ള വിചാരത്തോടെ ആയിരിക്കാം. ഞാൻ ആണെന്ന് പറയുന്നില്ല, ഇവരങ്ങനെയാണ് ചെയ്തതെന്നും അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഭയങ്കര കാശുള്ള ആർക്കെങ്കിലും എതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ നിന്ന് നഷ്ടപരിഹാരമായിട്ട് കാശ് മേടിച്ചെടുക്കുക, അങ്ങനത്തെ എന്നിട്ട് കേസ് ഒതുക്കി തീർക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതങ്ങനെയാണോ അല്ലയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അതേപോലത്തെ കേസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഒരു കേസ് നമുക്ക് കണ്ണും പൂട്ടി അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വിശ്വസിക്കുകയില്ല കേട്ടോ. ഒരു കേസ് വരുമ്പോൾ തന്നെ ഇപ്പം ഈ അടുത്ത് തന്നെ നമ്മുടെ ബാലു, നമ്മുടെ ഉപ്പുമുളകിനകത്ത് ബാലു, അതേപോലെ മറ്റേ ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ പുള്ളിക്കൊക്കെ എതിരെ കേസ് വന്നിട്ടുണ്ടേ. ഞാൻ ആ ഒരു കേസ് തെളിയുന്ന വരെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല അവരെ ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന്. കാര്യം അങ്ങനെ ആരും വിശ്വസിക്കാൻ പാടില്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. തെളിയാത്തോടത്തോളം കാലം അവർ നിരപരാധികൾ, അല്ലെങ്കിൽ അവരൊരു നമുക്ക് സംശയത്തിൻ്റെ ഒരു നിഴലിൽ നിർത്താം. പക്ഷെ അല്ലാണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അവർ തെറ്റുകാരാണ്, അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല കേട്ടോ. കാര്യം എങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റുക, നമ്മൾക്ക് ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് അത് ഈ സ്ത്രീകൾക്ക് കിട്ടുന്ന പ്രത്യേകതര ഒരു പ്രിവിലേജാണ്. കാര്യം ഇവരുടെ ഐഡൻറ്റിറ്റിയും കാര്യങ്ങളും ഒന്നും പുറത്ത് വരെയില്ല. എന്നാൽ ഇവർക്ക് ബാക്കിയുള്ള ഏതൊരു ആണുങ്ങൾക്കെതിരെയാണെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ആണിൻ്റെ കുടുംബശാസ്ത്രവും അതേപോലെ ജാതകവും അവൻ്റെ അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് ഒക്കെ പുറത്തു വരും. എന്നിട്ട് ഇവന് ഈ കേസ് തെളിഞ്ഞു കഴിഞ്ഞാൽ അവൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാലും എന്നാലും ആൾക്കാർ അവനെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവൻ ഇങ്ങനെ ചെയ്തതാണ്, ഇവനൊരു പെണ്ണിനോട് ഇങ്ങനെ ചെയ്തതാണെന്നൊക്കെ ഉള്ള ഒരു മൈൻഡ് അപ്പോഴും. കാര്യം ഇത് കേസ് വരുമ്പോഴത്തേക്കും എല്ലാവരും ഇത് ആഘോഷിക്കും, പക്ഷെ ഇത് കേസ് കഴിയുമ്പോഴത്തേക്കും ആരും ഇതിനെപ്പറ്റി ഒന്നും മിണ്ടൂല. അപ്പോൾ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇതേപോലുള്ള കേസുകളൊന്നും ഞാൻ ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കാറില്ല, ഇതേപോലുള്ള കേസുകളാണ്. അപ്പോൾ ഇതേപോലുള്ള കേസുകൾ വരുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം കേസ് വരുമ്പോൾ നമുക്ക് വിക്ടിമിൻ്റെ കൂടെ നിൽക്കാം, പക്ഷേ വിക്ടിം ആണെന്ന് ആദ്യം ഒന്ന് തെളിയണം ഈ പുള്ളിക്കാരി. അല്ലാണ്ട് നമ്മൾ ആദ്യമേ ചാടി കയറി ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നമ്മൾ ഈ അടുത്ത് തന്നെ ഉണ്ടല്ലോ കഷായം ഗ്രീഷ്മയുടെ കേസൊക്കെ ആദ്യം ഇങ്ങനെയായിരുന്നു, പുള്ളിക്കാരിയുടെ ഫോട്ടോ പോലും പുറത്തു വിടാണ്ടായിരുന്നു ഈ സംഭവമൊക്കെ നടന്നു വെച്ചാൽ. കാര്യം അവർ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലേ, അപ്പോൾ ഫോട്ടോ ഒക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ അവളുടെ ഭാവി പോയില്ലേ, ഒരുത്തന മറ്റേ ഇത് കഷായം കൊടുത്ത് പണിത അവളെ വേണ്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. റാങ്ക് ഹോൾഡറാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതൊരു പെണ്ണാണോ അവൾക്ക് ഭയങ്കര പരിഗണനയാണ് ഇവിടെ കിട്ടുന്നത്. എന്നിട്ട് ഇവരൊക്കെ പ്രസംഗിക്കണതെന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് കിട്ടുന്ന പ്രിവിലേജസ്, അതൊക്കെയാണ് വിഷയം. ശരിക്കും ഇപ്പോൾ ഇവിടെ ആണുങ്ങൾക്ക് വല്ല പ്രിവിലേജസും ഉണ്ട്? എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കുന്നത്, ആണുങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ എന്താണ് പ്രിവിലേജ് കിട്ടുന്നത്? അല്ലെ സ്ത്രീകൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു 10-1 ആണുങ്ങൾക്ക് കിട്ടുന്നുണ്ടാ എനിക്ക് തോന്നുന്നുള്ളൂ കേട്ടോ. ഇപ്പം നമ്മുടെ ഈ സമൂഹത്തിനകത്ത് നമ്മളിപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ചുറ്റുപാടും തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ആണുങ്ങളെക്കാളും പ്രിവിലേജ് കിട്ടുന്നത് പെണ്ണുങ്ങൾക്ക് തന്നെയാണ്. അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ തർക്കിക്കാൻ വന്നാലും അത് ഉള്ള കാര്യം തന്നെയാണ്. അപ്പോൾ കാര്യം ഞാൻ നിയമപരമായിട്ടാണ് പറയുന്നത്, അല്ലാണ്ട് ഇപ്പോൾ നിയമപരമായിട്ടല്ലെങ്കിൽ ഇപ്പോൾ ഏത് സൈഡിൽ നോക്കിയാലും ഇപ്പോൾ കണക്കാണ്, അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കലും പറയൂല പെണ്ണുങ്ങൾ ഭയങ്കര അടിച്ചമർത്തപ്പെട്ട് പോവുകയാണ്. ഇപ്പം അതൊക്കെ കഴിഞ്ഞ്, ആ കാലമൊക്കെ കഴിഞ്ഞ്. അങ്ങനെ ഒരു കാലം ഉണ്ടായി, ശരിയാണ്, അങ്ങനെ ഒരു കാലം ഉണ്ടായി. ആ ഒരു ടൈമിനകത്ത് നമ്മൾ ഇവർക്കെതിരെ അപ്പോൾ ആ ഒരു ടൈമിനകത്ത് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്, സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നതിനകത്തൊന്നും ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല. പക്ഷേ ഇപ്പം കാലം അതല്ല.
ഈ പ്രിവിലേജുകളെ തന്നെ യൂസ് ചെയ്തിട്ട് ആണുങ്ങളെ മര്യാദയ്ക്ക് ജീവിക്കാൻ പോലും വിടാൻ പറ്റാത്ത സ്ത്രീകൾ ഇപ്പം ഉണ്ട്. ഈ എൻ്റെ പേര് പെണ്ണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ഈ ഒരു കഷായം ഗ്രീഷ്മയുടെയും അതേപോലുള്ള ആൾക്കാരുടെ കാര്യം കൂടെ നോക്കണം. കാര്യം അവരൊക്കെ പെണ്ണുങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവരെയും കൂടെ പരിഗണിച്ചിട്ട് വേണം ഇനി അങ്ങനത്തെ പാട്ടും അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഇറക്കാമെന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്താണ് ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പം ഞാൻ ജസ്റ്റ് ഈ മല്ലു ട്രാവലറിൻ്റെ ഈ ഒരു ലൈവ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പറയണമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ഒപ്പം പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ ഒരിക്കലും പറയില്ല ഇത് മല്ലു ട്രാവലറിനെ അത് ബേസ് ചെയ്ത് മാത്രമല്ല, ഞാൻ എനിക്ക് പറയുന്ന കോമൺ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? എല്ലാം വീഡിയോയുടെ കമൻറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ബിസി.